മാർച്ച് മാസം ആൾമോസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ അശ്വതി നക്ഷത്രക്കാരുടെ അടുത്ത് ഒരു ചോദ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് തോന്നിയോ ലൈഫ് മാർച്ച് മാസത്തിൽ സ്റ്റക്കായ പോലെ നിങ്ങൾ അർഹിക്കുന്നത് കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയോ? അശ്വതി നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം അത്ര ഈസി ആയിരുന്നില്ല. പക്ഷെ ഏപ്രിൽ മാസവും അത്ര ഈസി അല്ല, ഒരു സാധാരണ മാസമല്ല. ഒരു ചെറിയൊരു കംബാക്ക് നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ പിന്നെയും ഒരു റിവഞ്ച് മന്തും കൂടിയാണ് ഏപ്രിൽ മാസം. അശ്വതി നക്ഷത്രക്കാരെ പറ്റി പൊതുവേ എല്ലാവരും പറയുന്നത് പെട്ടെന്ന് ഡിസിഷൻ എടുക്കും, അതുപോലെ ക്ഷമയില്ല, ഭയങ്കര എനർജി കൂടുതലാണ്. പക്ഷെ നിങ്ങൾക്കൊരാരും പറയാത്ത സീക്രട്ട് ഉണ്ട്. നിങ്ങൾ സൈലന്റ് ആയിട്ട് എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ പുറത്ത് കാണിക്കുന്നത് വെറും എനർജി മാത്രമാണ്, പക്ഷെ ഉള്ളിലോ എല്ലാം ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു, ആളുകളുടെ വീക്ക്നെസ് മനസ്സിലാക്കുന്നു, ആരെ ട്രസ്റ്റ് ചെയ്യണം, ആരെ വേണ്ടാന്ന് വെക്കണം എന്ന് മനക്കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരാളെ ലൈഫിൽ നിന്ന് നിങ്ങൾ റിമൂവ് ചെയ്യുമ്പോൾ അവർ പിന്നെ തിരിച്ചു വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി കണക്റ്റ് ആവണ ഒരാൾ വേണം, പക്ഷെ അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല. പ്രണയം വേണം, അറ്റൻഷൻ വേണം, പക്ഷെ കൺട്രോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഇത് നിങ്ങളുടെ സ്ട്രെങ്ത് തന്നെയാണ്, പക്ഷെ അത് നിങ്ങളുടെ വീക്ക്നെസ്സും കൂടിയാണ്. നിങ്ങളെ ആരെങ്കിലും റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ അവരായിട്ട് നിങ്ങൾ എന്തായാലും ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യില്ല. ഫേക്ക് ആളുകളെ നിങ്ങൾ ടോളറേറ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് നിങ്ങളെ മനസ്സിലാക്കാൻ ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ട്. ദേഷ്യം വന്നാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഒരു റിവഞ്ച് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ പ്രതികാരം ചിലപ്പോൾ ചെയ്തു എന്നൊക്കെ വരും. നിങ്ങൾ ആരെങ്കിലും അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര വിഷമാവുകയും ചെയ്യും. നിങ്ങൾക്ക് നല്ല ലീഡർഷിപ്പ് സ്കില്ലുണ്ട്, നല്ല ബോൾഡാണ്, റിസ്ക് എടുക്കാനുള്ള ധൈര്യമുണ്ട്. കുറച്ച് വൈകിയാലും വിജയിക്കും നിങ്ങൾ. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. നിങ്ങൾക്ക് പ്ലാനുകളെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ജോലി സ്ഥലത്താണെങ്കിൽ എല്ലാം ഡീലേ, വിചാരിച്ച റിസൾട്ടും കിട്ടിയില്ല. ചിലർക്ക് ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടായിട്ടുണ്ടാവാം. ഒരു പരിധിവരെ നിങ്ങൾക്ക് അതെന്തായാലും കൺട്രോൾ ചെയ്താൽ പറ്റിയിട്ടുണ്ടാവും. ഞാൻ ഡിസർവ് ചെയ്യുന്നത്, ഞാൻ അർഹിക്കുന്ന റെസ്പെക്റ്റ് എനിക്ക് കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ എന്തായാലും തോന്നിയിട്ടുണ്ടാവും. സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ പൈസയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ കുറച്ച് മെല്ലെ ആയിരുന്നു. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് വന്നിട്ടുണ്ടാവും. നിങ്ങൾ വിചാരിക്കാത്ത സാധനങ്ങൾ പെട്ടെന്ന് ഇമോഷണൽ ബേസ്ഡ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും മാർച്ച് ആദ്യ മാസത്തിൽ. അതുകൊണ്ട് സേവിങ്സ് കുറഞ്ഞു പോയി. റിലേഷൻഷിപ്പിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് അതൊക്കെ കണ്ടിന്യൂ പോലെ ഫെബ്രുവരിയിലുള്ള പോലെ മാർച്ചിലും കണ്ടിന്യൂ ആയിട്ടുണ്ടാവും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. ഒരാൾ ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ചിലർക്ക് പഴയ ആൾക്കാരെ വീണ്ടും മനസ്സിൽ വന്നിട്ടുണ്ടാവാം. വെറുതെ ആലോചിച്ച് കുറേ കൂട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ മാർച്ച് മാസത്തിൽ. അത് ഏപ്രിൽ മാസത്തിലും അങ്ങനെയൊക്കെ തുടരും. ഒറ്റപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. ആരും മനസ്സിലാക്കുന്നില്ല എൻ്റെ വിഷമങ്ങൾ എന്നൊരു വിചാരം നിങ്ങൾക്കുണ്ടാവും. മാർച്ച് മാസം നിങ്ങളെ കുറച്ച് മെൻ്റലി ടെസ്റ്റ് ചെയ്തു. പക്ഷെ ഒരു കാര്യം, അതൊരു ഗിവ് അപ്പ് അല്ല. ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എന്തായാലും ഒരു കംബാക്ക് കുറേയൊക്കെ നടത്തും. പുതിയ ഓപ്പർച്യൂണിറ്റി വരും. അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഇൻ്റർവ്യൂ കാൾ എന്തായാലും വരികയും ചെയ്യും. ജോബ് ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് ഏപ്രിൽ. ഓഫീസ് പൊളിറ്റിക്സ് കുറച്ച് റെഡ്യൂസ് ചെയ്യും. അങ്ങനെ പാരവയ്ക്കൽ കുറച്ച് കമ്മിയാവും. കാരണം നിങ്ങൾക്ക് റെക്കഗ്നേഷൻ കിട്ടാൻ തുടങ്ങും. ഏപ്രിലിൽ സാമ്പത്തികമെല്ലാം ഒരുപോലെ തന്നെ, പക്ഷെ മാർച്ചിൽ അതേപോലത്തെ ചിലവ് ഏപ്രിലിലും ഉണ്ടാവും. ഒരു സൈഡ് ഇൻകം എങ്ങനെ കിട്ടുന്നുള്ള ഒരു സെർച്ചിങ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം. പണം കടം കൊടുത്തത് എന്തായാലും കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓവർ സ്പെൻഡിങ് അവോയ്ഡ് ചെയ്യണം. ഇത് ഞാൻ ഫെബ്രുവരി മാസത്തിലും പറഞ്ഞു, പക്ഷെ മാർച്ച് മാസത്തിൽ നിങ്ങൾ അറിയാണ്ട് ചിലവാക്കിയിട്ടുണ്ടാവാം. അതേപോലെ ഏപ്രിൽ മാസത്തിലും നിങ്ങളത് ശരിക്കും പറഞ്ഞാൽ ചിലവാക്കാണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കാത്ത പ്രശ്നം നിങ്ങൾക്കുണ്ട്, അത് തുടരാനും സാധ്യത കൂടുതലാണ്. വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. ആൾറെഡി മാർച്ച് മാസത്തിൽ നിങ്ങളെല്ലാം എക്സാം കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരിക്കും. ഇനി അതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല, അതെല്ലാം കഴിഞ്ഞു. എക്സാമിൻ്റെ ഒക്കെ റിസൾട്ട് എന്തായാലും ഫലം എന്തായാലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വിജയ സാധ്യത എന്തായാലും ഏപ്രിലുണ്ട്. നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ എന്തായാലും ഇൻക്രീസ് ആവും. റിലേഷൻഷിപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ ഏപ്രിലിൽ ഒരു മേജർ ചേഞ്ച് എന്തായാലും ഉണ്ടാവും. വല്ല ഡിസ്റ്റൻസ് ഉണ്ടാവുന്ന റിലേഷൻഷിപ്പ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ കുറച്ച് ക്ലിയർ ആവും. ചിലർക്ക് പുതിയൊരു പ്രണയം എന്തായാലും ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്കൊരു ഓപ്ഷൻ വരും. ആരെ ചൂസ് ചെയ്യണമെന്നത് കൺഫ്യൂസ് ആവും. ബിസിനസ്സിൽ നോക്കുമ്പോൾ കുറച്ച് സ്ലോ ആണ് ഗ്രോത്ത്. പുതിയ ഡീല് വരും. ക്ലയൻറ്റിൻ്റെ ഒക്കെ ചാൻസ് ഉണ്ട്. റിസ്ക് എടുത്താൽ നിങ്ങൾക്ക് ലാഭം കിട്ടും, ഇല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. ഏപ്രിലിൽ കുറച്ച് കോൺഫിഡൻസ് നിങ്ങൾക്ക് പീക്കായിരിക്കും. നിങ്ങൾ സംസാരിച്ചാൽ എന്തായാലും ആളുകൾ ശ്രദ്ധിക്കും. ആളുകൾ അട്രാക്റ്റ് ആവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ജെൻഡറാണ് അട്രാക്റ്റ് ആവുക. നിങ്ങൾ പറയുന്ന വേർഡ്സിന് എല്ലാം വെയിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് പവർ കൂടും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, റോങ് ആളുകളെ ലൈഫിൽ അലോ ചെയ്യരുത്.
ടെമ്പററി അട്രാക്ഷൻ കുറച്ച് അവോയ്ഡ് ചെയ്യണം. അവർ ജെന്യൂൻ ആണോ അല്ലേ എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശമൊക്കെ പിടികിട്ടും. അശ്വതി നക്ഷത്രക്കാർ മാർച്ച് നിങ്ങളെ ടെസ്റ്റ് ചെയ്തു, ഏപ്രിൽ അതിൻ്റെ ഒരു റിവാർഡ് എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്കൊരു ചാൻസ് കിട്ടും ലൈഫ് റീസെറ്റ് ചെയ്യുക. അത് ഏപ്രിലിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ആളുകളെ മാത്രം ലൈഫിലേക്ക് അലോ ചെയ്യുക. ഏപ്രിൽ അവസാനം നിങ്ങളെ ഇഗ്നോർ ചെയ്തവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും.